ഒരു LIC പോളിസി ഇന്നൊരാൾക്ക് കൊടുക്കുന്നത് 3 മാനദണ്ഡങ്ങൾ നോക്കിക്കൊണ്ടാണ്. അതായത് എല്ലാവർക്കും LIC പോളിസി ലഭിക്കില്ല. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് ആൻ്റണി തോമസ്, LIC ഏജൻ്റാണ്. ഞാൻ ഇൻഷുറൻസ് സംബന്ധമായ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ്. എല്ലാം തന്നെ യൂസ്ഫുള്ളാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നാം, ഞങ്ങളുടെ എത്രയോ ഏജന്റുമാർ എല്ലാ ദിവസവും വന്നിട്ട് പോളിസി തരും ഞങ്ങളോട് പറയുന്നത്. ഇതൊക്കെ നോക്കിയിട്ടാണോ LICയിൽ ആൾക്കാർ ചേരുന്നത്? തീർച്ചയായിട്ടും ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളെ പോളിസി ഇറക്കുന്നത്. ഒരു ഏജന്റ് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഈ മൂന്ന് മാനദണ്ഡങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് അവർ നമ്മളെ പോളിസിയെ കുറിച്ച് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്താണ്. ആരോഗ്യപരമായിട്ട് ഫിറ്റായിട്ട് ഒരാൾക്ക് നമുക്ക് പോളിസി കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മാരക രോഗത്തിന് അടിമപ്പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ഒരു ഏജന്റ് വന്നിട്ട് പോളിസി സംസാരിക്കില്ല. കാരണം കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെറിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ ഒരു എക്സ്ട്രാ പ്രീമിയം നിങ്ങളുടെ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോളിസി തരും. രോഗങ്ങളില്ലാത്ത ഒരാൾക്കാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് നിങ്ങളുടെ ഹെൽത്താണ്. ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് നമുക്കൊരു പോളിസി കൊടുക്കാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനമാണ്. വരുമാനമുള്ള ആൾക്കാണ് നമുക്ക് പോളിസി കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളറിയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പോളിസിക്കൊക്കെ നമ്മൾ ഒരു ഏകദേശം ഒരു വരുമാനം വെച്ച് കൊടുക്കുക ചെയ്യും. അതിന് രേഖയൊന്നും ചോദിക്കണില്ല. ആ സമയത്ത് നിങ്ങൾ ഒരു 25 ലക്ഷത്തിന് മീതെ വരുന്ന ഒരു പോളിസി നിങ്ങൾ LIC ചേരണമെങ്കിൽ LIC നിങ്ങളോട് വരുമാനത്തെ രേഖ ചോദിക്കും. 90% ITR 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത കോപ്പിയാണ് ചോദിക്കുക. അതിൽ വരുമാനം വെച്ചിട്ട് നിങ്ങൾക്ക് പോളിസി തരും. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങളുടെ വരുമാനമാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായമാണ്. നമുക്ക് എല്ലാ പ്രായക്കാർക്കൊന്നും പോളിസി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചേരാനോ പോസ്റ്റ് ഓഫീസിൽ RD ചേരാനോ ഒരു കുറി ചേരാനോ പ്രായം വിഷയമില്ല. പക്ഷേ ഇവിടെ പ്രായം വിഷയമാണ്. നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് കവറേജോട് കൂടിയിട്ടുള്ള ഒരു പോളിസി കിട്ടണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പരമാവധി 65 വയസ്സ് വരെയുള്ളവർക്കാണ് നമ്മൾ പോളിസി കൊടുക്കുക. ഇനി ഇൻഷുറൻസ് വേണ്ട ഡെപ്പോസിറ്റ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 100 വയസ്സ് വരെയുള്ളവർക്കും സിംഗിൾ ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടാം. അതിന് പ്രായം വിഷയമില്ല. അപ്പോൾ ഇൻഷുറൻസോ കവറോട് കൂടിയിട്ട് പോളിസി കിട്ടണമെങ്കിൽ പല പോളിസിക്ക് 50 വയസ്സ് താഴെയുള്ളവർക്ക് കൊടുക്കുള്ളൂ. ചില പോളിസി 55 വയസ്സ് താഴെയുള്ളവർക്ക് കൊടുക്കും. ചില പോളിസി 59 വയസ്സ് വരെയുള്ളവർക്ക് കൊടുക്കും. പരമാവധി 65 വയസ്സ് വരെയുള്ളവർക്കാണ് നമുക്ക് പോളിസി കൊടുക്കാൻ പറ്റുക. അപ്പം അതുകൊണ്ട് തന്നെ ഇത് 3 നോക്കിയിട്ടാണ് നിങ്ങൾക്കൊരു പോളിസി ലഭിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾക്ക് പോളിസി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് പോളിസി ഇല്ലെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് ഇപ്പം എടുക്കുക. നാളെ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആൻ്റണി തോമസ്. ഞാൻ LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റാണ്. ഇൻഷുറൻസ് സംബന്ധമായ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു വോയിസ് ഇടുക, വിളിക്കാതിരിക്കുക. വോയിസ് ഇടുമ്പോൾ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ചിട്ട് നിങ്ങൾ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.